ഇതൊരു ഗോവ സീരീസ് ആണ്. കാരണം ഗോവയിൽ പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഗോവയിൽ എത്ര ചിലവാകും, ഗോവയിൽ എങ്ങനെയൊക്കെയാണ് പോയി വരേണ്ടത്, നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഏത് രീതിയിലാണ് നമ്മളെ ആൾക്കാർ പറ്റിക്കുന്നത് എന്നുള്ള ഞങ്ങളെ അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഞങ്ങൾ ഒരു 9 പേരാണ് ഗോവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്തത്. ഒരു 1.5 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഗോവ എക്സ്പ്രസ്സിന് തന്നെയാണ് പോയത്. എറണാകുളത്ത് നിന്നായിരുന്നു സൂപ്പർ ഫാസ്റ്റിനായിരുന്നു പോയിരുന്നത്. ഒരാൾക്ക് ടിക്കറ്റ് ഏകദേശം വന്നിരുന്നത് സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് ഒരു 750 രൂപയും ഇങ്ങോട്ട് സാധാരണ എക്സ്പ്രസ്സിനായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഒരു 410 രൂപയാണ് വന്നിരുന്നത്. ഞങ്ങൾ ഒരു വൈകിട്ട് ഒരു 9 മണിക്ക് ആണ് എറണാകുളത്ത് നിന്ന് കയറിയത്. പുലർച്ചെ പിറ്റേ ദിവസം ഒരു 11 മണിക്ക് അവിടെ ഗോവയിലെത്തി. അതായിരുന്നു ഞങ്ങളുടെ ടൈമിങ്. ഗോവയിൽ പോയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് പാക്കേജ് എടുത്തായിരുന്നു ഗോവയിൽ പോയിരുന്നത്. ഒരാൾക്ക് 3700 രൂപയായിരുന്നു പാക്കേജിൻ്റെ റേറ്റ് വന്നിരുന്നത്. അതിനകത്ത് രണ്ട് ദിവസത്തെ ഫുഡും 2 നേരത്തെ ഫുഡും കാലത്തെയും രാത്രിയിലെയും ഫുഡ് അവർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5 വണ്ടി ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ 3 ദിവസം റൂം റെൻറ്റിന് അവർ തന്നിരുന്നു. അങ്ങനെയായിരുന്നു പാക്കേജിൻ്റെ ഡീറ്റെയിൽസ്. പാക്കേജ് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല, നല്ല രീതിയിൽ തന്നെയുള്ള പാക്കേജായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പാക്കേജിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഞങ്ങൾക്ക് നോർത്ത് ഗോവയിലാണ്. കാരണം കേരളത്തിൽ നിന്ന് വരുന്നവരെല്ലാവരും ഇറങ്ങുന്നത് സൗത്ത് ഗോവയിലാണ്. സൗത്ത് ഗോവയിൽ നമുക്കധികം കാണാൻ കുറവാണുള്ളത്. നോർത്ത് ഗോവയിലാണ് കൂടുതലും കാണാനുള്ളത്. നമുക്ക് ഫേമസ് ആയ ബാഗ ബീച്ച്, അങ്ങനെ ഒരുപാട് ബീച്ചുകൾ കൂടുതലുള്ളത് നോർത്ത് ഗോവയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മഡ്ഗോണിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് നേരെ പോകേണ്ടി വന്നത് നോർത്ത് ഗോവയിലേക്കാണ്. അതൊരു 1.5 പോക്കായിപ്പോയി. പിന്നെ ഞങ്ങൾക്ക് അവർ തന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വണ്ടിയാണ് തന്നത്. അങ്ങനെ 5 വണ്ടിയുടെ വീഡിയോ ഞങ്ങൾ ആദ്യമേ എടുത്തു വെച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമായി മാറണ്ടെന്ന് വിചാരിച്ച് അത് ആദ്യം എടുത്തു വെച്ച്. ഇവിടെ നല്ല ഫ്രോഡ് പരിപാടി വണ്ടിമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് തരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ അവരതൊന്നും പറയൂല. അവരപ്പോൾ പറയും നിങ്ങളിൽ നിന്ന് പറ്റിയെന്നും പറഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് നമ്മളിൽ നിന്ന് വാങ്ങും. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചെടുക്കുക. ഞങ്ങൾ പിന്നെ ഈ പാക്കേജ് ആയ കാരണം ഞങ്ങൾ നേരിട്ട് ഇവരായിട്ടുള്ള ഡീലിംഗ് ഉണ്ടായില്ല. കൂടുതലും ഈ പാക്കേജുകാരനായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ അത്രയ്ക്ക് കുഴപ്പമുണ്ടായില്ല. മലയാളിയായിരുന്നു ഞങ്ങളുടെ പാക്കേജ് ഗൈഡർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് പാക്കേജ് എടുത്ത് വരുന്നത് തന്നെയാണ് നല്ലത് ഗോവയിൽ. പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ വെള്ള നമ്പർ പ്ലേറ്റ് ആയിരുന്നു. അത് ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റി. കാരണം ഞങ്ങളെ പോലീസ് പിടിച്ച്. അതപ്പം തന്നെ അത് ഗൈഡിനെ വിളിച്ച് പറഞ്ഞ് അപ്പം തന്നെ അത് ഫൈൻ അടപ്പിച്ച് ഒരു 1000 രൂപ ഫൈൻ വന്ന്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടണം നമ്പർ പ്ലേറ്റ് എപ്പോഴും മഞ്ഞയിരിക്കണം. കാരണം നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എപ്പോഴും പോലീസ് കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ പൊക്കും. പിന്നെ അവിടെ പാർക്ക് ചെയ്യുമ്പോൾ വെള്ളലൈനെ ഒതുക്കി തന്നെ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നോ പാർക്കിംഗ് ബോർഡിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യരുത്. കാരണം കേരളം പോലെയല്ല, അപ്പം തന്നെ ഫൈൻ അടിച്ച് കയ്യിൽ തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാണ്ട് ഒറ്റയടിക്ക് നമ്മൾ വണ്ടി എടുത്തിട്ട് ട്രാഫിക് വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫൈൻ കിട്ടും. പിന്നെ പെട്രോള്, നമ്മളെ കേരളത്തെ അപേക്ഷിച്ച് പെട്രോൾ ഭയങ്കര കുറവാണ്. അവിടെ പെട്രോൾ പമ്പുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പമ്പ് കാണുമ്പോൾ തന്നെ എപ്പോഴും അടിച്ചു വെക്കാം. പിന്നെ നമുക്ക് കടകളിൽ കിട്ടുമ്പോൾ ഒരു 10-30 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ തരുന്ന വണ്ടിയുടെ മൈലേജും അതെ ഭയങ്കരമായിട്ട് കുറവായിരിക്കുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കുറവ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ വണ്ടിയുടെ മൈലേജുകളൊക്കെ. പിന്നെ അവിടെ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഗോവയിൽ ഏറ്റവും കൂടുതൽ ബീച്ചുകളാണ്. സൗത്ത് ഗോവയിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ഇറങ്ങിയത് നോർത്ത് ഗോവയിലാണ്. നോർത്ത് ഗോവയിൽ ഞങ്ങൾ എത്തിയിട്ട് ഉച്ചയും. അത് കഴിഞ്ഞ് അവിടുത്തെ ഓരോ ബീച്ചുകൾ ഞങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി. ആദ്യം പോയ ബീച്ചാണ് ബാഗ ബീച്ച്. ഏറ്റവും ഫേമസ് ആയ ബീച്ചാണ് ഈ ബാഗ ബീച്ച് എന്ന് പറയുന്നത്. ബാഗ ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും നല്ല പൈസയും കൊണ്ട് പോകണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പുറത്തപേക്ഷിച്ച് മദ്യത്തിനായാലും പബ്ബിൽ കയറാനായാലും ഫുഡിനായാലും എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളായിട്ട് പോകുമ്പോൾ രാത്രികളിൽ അധികം നേരം വൈകാതെ തന്നെ തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കണം. കാരണം അവിടെ നമ്മളെപ്പോലെ തന്നെ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർ മൈൻഡ് വേറെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഞങ്ങൾ പോയത് വേറെ ഒരു കക്കോട്ടി ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചാണ്. അങ്ങനെ ഒരുപാട് ബീച്ചുകൾ ഞങ്ങൾ പോയി. എപ്പോഴും നമ്മൾ ഒരു പരിധി വിട്ടിട്ട് വെള്ളം അടിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
അങ്ങനെ ഞങ്ങൾ ബാഗ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഫുള്ള് നടത്തുമായിരുന്നു. പിന്നെ കാരണം ബാഗ ബീച്ച് കാണാനുണ്ടായി. അത്യാവശ്യം ഒരു 3-4 കിലോമീറ്റർ നീണ്ടുള്ള ബീച്ചാണ് ഈ ബാഗ ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത്, നമ്മൾ അവിടെ പോകുമ്പോൾ എപ്പോഴും മദ്യം വാങ്ങൽ. മദ്യം നമുക്ക് സുലഭമായിട്ട് കിട്ടും. നമ്മളെ കേരളത്തിൻ്റെ അപേക്ഷിച്ച് മദ്യപാനം അവിടെ ഭയങ്കര കൂടുതലാണ്. കാരണം മദ്യത്തിന് നമ്മൾ അവിടെ ടാക്സ് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മദ്യം വാങ്ങി കഴിക്കും. അത് പരമാവധി ഒഴിവാക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൗത്ത് ഗോവയിലെ ഒരു ചർച്ചിലേക്കാണ് പോയത്. ബൂം ജീസസ് പള്ളി ചർച്ച്. ഇത് പുരാതനമായ പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. എപ്പോഴും നമ്മൾ ഗോവയിൽ പോകുമ്പോൾ അല്ല നമുക്ക് ഒരു വണ്ടി റെൻ്റ് കിട്ടി കഴിഞ്ഞാൽ തന്നെ 10-40 കിലോമീറ്ററിനുള്ളിലുള്ളൊരു സ്റ്റേറ്റാണ് ഗോവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണേണ്ട രീതിയിലല്ല കണ്ട് ആസ്വദിച്ച് വേണം തിരിച്ചു വരാമെന്നുള്ള ഒരു പ്ലാനിലാണ് പോകേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു ഗൈഡിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കണ്ട് സന്ദർശിച്ച് പോരാം. പിന്നെ ഞങ്ങൾ അവിടെ കറങ്ങി കിടന്ന് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കാഴ്ചകളായിരുന്നു. കാരണം അവിടെ പുരാതനമായ കാര്യങ്ങളായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ. ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും ഈ ഗോവയിലുണ്ട്. ഓരോരോ കാര്യങ്ങളും നമ്മൾ നോക്കി വേണം എല്ലാം കണ്ട് റെഡിയാക്കാൻ. ഞങ്ങൾ അങ്ങനെ അതേപോലെ തന്നെ ഓരോന്ന് ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ സ്ഥലങ്ങളിൽ പോയി കണ്ടത്. ഒക്കെ ഒരു 30-30 കിലോമീറ്റർ അടുത്ത് തന്നെയായിരുന്നു ഗോവയിലുള്ളത്. പിന്നെ നമുക്ക് ചിലവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിൽ പോകുമ്പോൾ ഈ സാധനങ്ങളും ഫുഡിൻ്റെയും കാശാണ് ഏറ്റവും കൂടുതൽ. നമുക്കൊരു വെള്ളം വാങ്ങണമെങ്കിൽ തന്നെ ഞങ്ങളൊരു നാരങ്ങ വാങ്ങിയതിന് തന്നെ 70 രൂപയും. നമ്മളെ പറ്റിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ട് വേണം ഗോവയിലേക്ക് വരാൻ. അല്ലാതെ ഒറ്റയടിക്ക് പോകുമ്പോൾ കാശ് ബാർഗെയിൻ ചെയ്യാണ്ട് ഒരു കാര്യവും നമ്മൾ വാങ്ങരുത്. ഒരു ഹോട്ടലിൽ കയറിയാൽ തന്നെ 10-200 രൂപയാണ് അവിടെ വെള്ളത്തിനായാലും എല്ലാത്തിനും വരുന്നത്. ഇതൊരു പുരാതന സ്മാരകമാണിത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനത്തെ പുരാതന കാര്യങ്ങളൊക്കെ കൂടുതലും ഗോവയിലുണ്ട്. ഞങ്ങളുടെ ഒരു ഉച്ച സമയത്താണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായി. നല്ലോണം ക്ഷീണിച്ചാണ് എല്ലാവരും നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഫുഡ് അടിക്കാനുള്ള പരിപാടിയായിരുന്നു കൂടുതൽ. ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് ബോർഡ് ഉള്ള ഒരു വണ്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയ പണിയാണ് ഈ കാണുന്നത്. കാരണം ഇതിൻ്റെ ബോർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വെള്ള ബോർഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ടെമ്പിളിലേക്ക് പോയിരുന്നു. ഈ ടെമ്പിളും അതെ പ്രശസ്തമായൊരു ടെമ്പിളാണ്. ഇതും കാണാൻ ഒരു 10-20 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകേണ്ട വന്നു. ഇവിടെ വരുമ്പോൾ മുണ്ടെടുത്ത് വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മുണ്ട് അവിടെ നിന്ന് നമുക്ക് റെൻറ്റിന് കിട്ടും. അങ്ങനെ വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇവിടെ കയറ്റൂല. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംഭവമാണ് ഫിഷ് താലി എന്ന് പറയുന്നത്. ഇതും അതെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു ഈ ഫിഷ് താലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഇതിന് 200 രൂപയാണ് വില വരുന്നത്. ഒരു നല്ല വലിയ മീൻ വറുത്തതും ഉണ്ടാവും. പിന്നെ നമ്മൾ ചപ്പാത്തി പോലത്തെ ഒരു ഇതുണ്ടാവും, റൈസ്, പിന്നെ മീനിൻ്റെ പല പല വിഭവങ്ങൾ. അങ്ങനെയാണ് ഈ ഫിഷ് താലിയുടെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ മറ്റേ കോട്ടയിലേക്കൊക്കെ പോയി. ഇത് പ്രശസ്തമായ നമ്മൾ സിനിമയിൽ ആനന്ദ സിനിമയിലൊക്കെ നടന്ന കോട്ടയാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. കാരണം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായി. അവിടെ പാർക്കിങ്ങിനൊക്കെ 50 രൂപയാണ് മിനിമം പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുള്ള് നമുക്ക് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കോട്ട പോലെയാണ്. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ പരമാവധി ശ്രദ്ധിക്കണം. കാരണം കോട്ടയുടെ മുകളിൽ കയറിയിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് ഭയങ്കര കറുത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതാണ് ഇവിടുത്തെ ഗോവയിലെ ബിവറേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ പോലെ ബാർ സുലഭവും ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പക്ഷെ നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് പിടിച്ച പരിപാടിയാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഫൈനും നമുക്ക് കേസ് എടുക്കാനുള്ളതുണ്ട്. ഗോവയിലെ ഏറ്റവും സ്പെഷ്യലായ സാധനമാണ് ഗോവൻ ഫീനി എന്ന് പറയുന്നത്. ആ 100 തൊട്ട് ഉള്ള സാധനം ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങാം. നാട്ടിലേക്ക് കിടത്താൻ പെർമിറ്റ് ഒന്നും കിട്ടുമൊന്നുമില്ല ഗോവൻ ഫീനി. സാധാ മദ്യം അതെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം നമുക്ക് ലാഭമുണ്ട്. അപ്പോൾ കൂടുതലും മദ്യം വാങ്ങുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. അവിടെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക, അതൊരു പ്രധാന വിഷയമാണ്. വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് പിടിച്ചാൽ അതും കേസാണ്. ഇവിടെ ടാക്സ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഭയങ്കര തുച്ഛമായ വിലയാണ്. നാട്ടിൽ നിന്ന് ഒരുപാട് പിള്ളേർ വന്നിട്ട് ഇവിടെ നിന്ന് ആ സാധനങ്ങൾ വാങ്ങാറ്. പിന്നെ പോലീസ് പിടിക്കാണ്ട് കിടത്തുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യരുത് ഒരിക്കലും. ഞങ്ങൾ അതാരണം അധികം സാധനങ്ങളൊന്നും വാങ്ങിയില്ല, അവിടെ തന്നെ കഴിച്ച് പോകുന്നുണ്ട്. പിന്നെ ഓരോരോ മദ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറൈറ്റി മുതൽ നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനം മൊത്തം അവിടെ ഉണ്ട്. എത്ര